സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ആത്മാവേ പരന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എന്റെ വൃത്തി ഇന്നു നീ നിറയ്ക്കണേ. ആഗോള സഭയിൽ ഇന്ന് ഈ 19ാമത്തെ ഞായറാഴ്ച ഓർഡിനറി ടൈമിൽ ഇന്ന് ഈശോ നമ്മളോട് ഓർപ്പിക്കുന്ന തിരുസഭയിലൂടെ നാം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, ഇന്നും ഭൂമിയിൽ ജീവനോടെ നമ്മെ നയിക്കുന്ന ഒരു വ്യക്തിയായി നമ്മെ നയിക്കുന്ന യേശുവിൻ്റെ ദിവ്യകാരുണ്യ സാന്നിധ്യം, വിശുദ്ധ കുർബാനയായിട്ട് ഈശോയുടെ ജീവൻ ഈ ഭൂമിയിൽ നമ്മോടുകൂടെ ബലിയർപ്പണ വേദിയിലാണ് ഈശോ ഇന്ന് നമ്മോട് കൂടെ ആയിരിക്കുക. അത് ഈശോ ആവശ്യപ്പെട്ടതാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. പെസഹ രാത്രിയിൽ ഈശോ ചെയ്ത അപ്പമെടുത്തുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ മരിക്കുന്നതിൻ്റെ തലേ രാത്രിയിൽ ഈശോ തന്നെ കൂദാശയാക്കി മാറ്റി, ജീവനുള്ള സാന്നിധ്യമാക്കി മാറ്റി. ഇന്ന് ആഗോള സഭയിൽ ഇതേക്കുറിച്ചാണ് എല്ലാ വായനകളിലും നമ്മൾ ചിന്തിക്കുക. ഒന്നാമത്തെ വായനയിൽ ഇന്ന് രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 19ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ധ്യാനിച്ചാണ്, ഏലിയ പ്രവാചകന്റെ കാലത്ത് ആഹാബ് രാജാവും ജസബൽ രാജ്ഞിയും കൂടെ ഇസ്രായേലിന്റെ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ബാലിന്റെ വിഘ്നങ്ങൾ ഉണ്ടാക്കുകയും ബാലിന്റെ പുരോഹിതന്മാരെ ഒക്കെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. അവിടെയാണ് ഏലിയ തീഷ്ണതയോടുകൂടി വന്ന് നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വയ്ക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു പുതിയ ബലിപീഠം ഉണ്ടാക്കിയിട്ട് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുള്ളവരെ വിളിച്ചു കൂട്ടിയിട്ട് കർത്താവിൻ്റെ ബലിവേദി പണിതിട്ട് അവിടെ ബലി അർപ്പിക്കുമ്പോൾ ബാലിൻ്റെ പുരോഹിതന്മാരും ബലിവേദി ഉണ്ടാക്കി ബലി അർപ്പിച്ചു. പക്ഷേ അവരുടെ ആരുടെ ബലിവേദിയിലേക്ക് അഗ്നി ഇറങ്ങി വന്ന് ദൈവം അനുഗ്രഹിക്കുക, അതാണ് യഥാർത്ഥ ദൈവമെന്ന് ഒരു കാര്യം ഏലിയ പറഞ്ഞിരുന്നു. കുറേ സമയം ബാലിൻ്റെ പുരോഹിതന്മാർ വിളിച്ചു കൂവിയിട്ടും കാറിയിട്ടും അഗ്നി ഇറങ്ങി വന്നില്ല. എന്നാൽ ഏലിയായുടെ ബലിവേദിയിലേക്ക് അഗ്നി ഇറങ്ങി വന്നുകൊണ്ട് ആ ബലിവസ്തുക്കളെ ദഹിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് തെളിയിച്ച ആ ഏലിയ പ്രവാചകൻ അതിനുശേഷം ഇസ്രായേൽ ജനങ്ങളോട് കൂടിക്കൊണ്ട് ഇസ്രായേൽ ദൈവത്തെ ആരാധിക്കുകയും ആ ബാലിൻ്റെ പുരോഹിതന്മാരെയൊക്കെ വധിച്ചു കളയുകയും ചെയ്തു. അപ്പോൾ അന്ന് ജസബൽ രാജ്ഞി ആണയിട്ട് പറയുകയാണ്, ഇന്ന് അവൻ്റെ ജീവൻ, ഏലിയ പ്രവാചകൻ്റെ ജീവൻ ഞാനും എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സന്ദേശം അയക്കുകയാണ് ഏലിയായ്ക്ക്. ഏലിയ അത് കേട്ടുകൊണ്ട് ജീവരക്ഷാർത്ഥം ഓടുന്ന അവസ്ഥയാണ് ഇന്ന് 1 രാജാക്കന്മാർ 19 വായന 4ാമത്തെ വചനം മുതലാണ്. അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന്, വേലക്കാരനെയൊക്കെ വിട്ടിട്ട് ഒറ്റയ്ക്ക് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾച്ചെടിയുടെ തണലിൽ ഇരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. കർത്താവേ, മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. അവൻ ആ ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങി. കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി, എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലയ്ക്കൽ ഇരിക്കുന്നു. അവൻ അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നു. കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതിൻ്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്നു കർത്താവിൻ്റെ മലയായ ഹോറേബിലെത്തി. അവിടെ ഒരു ഗുഹയിൽ അവൻ ഒളിച്ചു താമസിക്കുകയായിരുന്നു. അവിടെ പിന്നീട് ഇപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ ഒരു ജീവനെ ഭയന്നുകൊണ്ട് ഓടുന്ന ഏലിയായ്ക്ക് സംരക്ഷണമായിട്ട് ദൈവഭക്തിയിൽ, ദൈവത്തോടുള്ള സ്നേഹത്താൽ ഹൃദയം ജ്വലിക്കുന്ന ഏലിയ. സങ്കീർത്തനം 34 ഇന്ന് പ്രതിവചന സങ്കീർത്തനം. അതിൽ പ്രത്യേകിച്ച് സങ്കീർത്തനം 34 7ാമത്തെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ ദൂതൻ, ദൈവം ദൂതനെ അയച്ചുകൊണ്ട് ഏലിയായ്ക്ക് വേണ്ട ഭക്ഷണം, പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പം, അത് വിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ്. അതെ, യേശു അപ്പമായി മാറുകയാണ്. നമ്മളുടെ ഭൗതികമായ, അന്ന് ഏലിയായ്ക്ക് ഭൗതികമായ ഭക്ഷണമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായിട്ടാണ് യേശു വിശുദ്ധ കുർബാനയായിത്തീരുന്നത്.
എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ വിശപ്പടക്കാൻ വേണ്ടി അല്ല നമ്മളിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, മറിച്ച് നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായിട്ടാണ്, ആത്മീയ ശക്തിയാണ്. അതായത് ഏലിയ യാത്ര 40 രാവും 40 പകലും യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ കത്തോലിക്ക സഭയിൽ അനേക വിശുദ്ധരെ കാണുന്നുണ്ട്. വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ചുകൊണ്ട് വർഷങ്ങളോളം 60 വർഷത്തോളം ജീവിച്ചിരുന്ന ഒരു യുവതി, സാധാരണ ഒരു ലേ വുമൺ, അതായത് സാധാരണക്കാരിയ ഒരു സ്ത്രീ കർത്താവിനുള്ള വിശുദ്ധി ജീവിച്ചുകൊണ്ട് അവർ വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ചുകൊണ്ട് 60ഓളം വർഷം ജീവിച്ചിരുന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ അനേക മനുഷ്യരുണ്ട് സഭയിൽ വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ചുകൊണ്ട് വേറൊന്നും ഭക്ഷിക്കാതെ ജീവനോടിരുന്ന അനേകരെ കുറിച്ച് നമ്മൾ സഭയിൽ ഉണ്ട്, നമുക്കറിയാം. അപ്പോൾ ഇത് നമ്മളുടെ ഈ 40 രാവും 40 പോലെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ നിത്യതയിലേക്കുള്ള നമ്മുടെ പ്രയാണം, നമ്മുടെ ജീവിത വത്സരങ്ങളെന്ന് പറയാം. അപ്പോൾ നമുക്ക് ശരീരത്തിന് ഭക്ഷണം ഉണ്ടെങ്കിലും നമ്മുടെ ആത്മാവാണ് നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്നലെയൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. നമ്മുടെ ആത്മാവാണ് നിത്യതയിലേക്ക്, നമ്മുടെ ശരീരം മണ്ണായിത്തീരുകയാണ്, നമ്മുടെ ആത്മാവാണ് നിത്യതയിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആത്മാവിന് നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന ആത്മീയ ഭക്ഷണമായിട്ടാണ് യേശു കൂദാശിയായിട്ട് മാറിയത്. അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇന്ന് പറയുമ്പോൾ ഏലിയായ്ക്ക് ശരീരത്തിന് വിശപ്പടക്കാനായിരുന്നെങ്കിൽ ഇന്ന് സഭയിൽ നമുക്ക് യേശു ദിവ്യകാരുണ്യമായി ആത്മീയ ഭോജനമായി ഇന്നുള്ള നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായിട്ടാണ്. നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ തളർന്നു വീഴാതിരിക്കാൻ, വിശുദ്ധിയിലായിരിക്കാൻ, ദൈവകൃപയിലായിരിക്കാൻ നമ്മുടെ ആത്മാവിൻ്റെ ഭോജനമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ. വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ പല അത്ഭുതങ്ങളും അല്ലേ, വിശുദ്ധ കുർബാന കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനകളിൽ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാ സഭകളിലും വിശുദ്ധ ബലി അർപ്പണത്തിൽ എന്താ യേശുവിൻ്റെ സാന്നിധ്യമായി മാറുന്നു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇത് വെറും ഓർമ്മയ്ക്കായി എന്ന് പറയുമ്പോൾ ആ ഒരു വാക്കിൽ മാത്രം എൻ്റെ ഓർമ്മയ്ക്കായി എന്നല്ല, ഇതെൻ്റെ ശരീരമാകുന്നു എന്നാണ് ഈശോ പറഞ്ഞത്. അവിടെയാണ് ദൈവവചനം. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്നാണ് മത്തായി 26 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ പറഞ്ഞ വാക്കതാണ്. ഇന്ന് നമ്മൾ ലോകത്തിലെവിടെയും ഈ ഞായറാഴ്ച ദിവസം പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച ദിവസം നമ്മൾ ഓർത്തഡോക്സ് യാക്കോബ സഭകളിലൊക്കെ അവർ കത്തോലിക്ക മാർപ്പാപ്പാട് കീഴിൽ അല്ലെങ്കിൽ പോലും അവർക്ക് വിശുദ്ധ കുർബാനയിലുള്ള ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട്. അവർ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി തലേ ദിവസം തന്നെ അവർ അപ്പം ഉണ്ടാക്കുകയാണ്. പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി ആ അപ്പമാണ് പിറ്റേ ദിവസം രാവിലെ പ്രഭാതത്തിൽ അവർ കുർബാനയ്ക്കായിട്ട് ഉപയോഗിക്കുക. കത്തോലിക്ക സഭയിൽ യൂണിവേഴ്സൽ ചർച്ചിലൊക്കെ നമുക്ക് ഇത്രയും അധികം ആൾക്കാർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് അത് ഇന്ന് പുളിപ്പില്ലാത്ത അപ്പമായി നമ്മൾ കേട്ടിട്ടുണ്ട്. പല കന്യാസ്ത്രീകളൊക്കെ അതിനായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട്, അപ്പം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ അതിനായിട്ട് അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും അപ്പം പല രീതിയിൽ പലയിടങ്ങളിൽ ലോകത്തിലെ എല്ലാ ദേവാലയങ്ങളിൽ ഇപ്പോൾ ഈ ഞായറാഴ്ച ദിവസം പല രീതിയിൽ വിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പം ഉണ്ടാക്കി ആ അപ്പം അർപ്പിക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിലായിരിക്കും അപ്പം. എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർ അവരുടെ യാത്രാഭക്ഷണമായിരുന്നു. അവർ പുളിപ്പില്ലാത്ത അപ്പമായിരുന്നില്ല, അവർ കൊണ്ടുപോയത് അവരുടെ യാത്രയ്ക്ക് വേണ്ടി കഴിക്കാനുള്ള അപ്പമായിരുന്നു അല്ലേ. നമ്മൾ ലൂക്ക 24 വായിക്കുന്നത്, ലൂക്കായുടെ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ യേശു അവരുടെ കൂടെ, അവർ ഭയന്ന് ഓടുകയാണ്. ഈ ഏലിയ ഓടിയതുപോലെ അവരും ജെറുസലേമിലായിരുന്നു പന്തക്കുസ്ത നടക്കേണ്ടത്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നുണ്ടത്. അപ്പം അതിനുവേണ്ടിയാണ് യേശു അവരോട് മുൻകൂട്ടി പറഞ്ഞു, നിങ്ങൾ ആരും ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവരെ നിങ്ങൾ ഈ പട്ടണത്തിൽ തന്നെ വസിക്കുവാൻ, ജെറുസലേമിൽ തന്നെ വസിക്കുമെന്ന് ഈശോ പറഞ്ഞു. പക്ഷേ ഈ രണ്ട് ശിഷ്യന്മാരെ അവിടെ നടക്കുന്ന പീഡനങ്ങളൊക്കെ ഭയന്ന് അവർ ഓടുകയാണ്. പക്ഷെ യേശു അവരുടെ കൂടെ ഒരു വ്യക്തിയാണ്, മരിച്ചുയർത്തി യേശു ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദൃശ്യന അവർക്ക് യേശുവിൻ്റെ തനി രൂപത്തിലല്ല, വേറൊരു രൂപത്തിലാണ് അവനിപ്പോൾ അദൃശ്യന, ഒരു രൂപപ്പെട്ട ഒരു അപരിചിതനെ പോലെ കണ്ടാൽ മനസ്സിലാകാത്തത് അവൻ്റെ കൂടെ നടന്നുകൊണ്ട് 7-8 മൈലോളം ദൂരമുള്ള ഈ എമ്മാവോസ് ഗ്രാമത്തിലേക്ക് ജെറുസലേമിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ യേശു അവരുടെ കൂടെ കൂടി വഴിയിൽ വെച്ച് കൂടുന്നത് പോലെയും. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പോൾ അവർ തമ്മിൽ തർക്കിക്കുകയും അവർ തമ്മിൽ ശണ്ട കൂടാൻ, കാരണം എന്താ, പല കാര്യങ്ങളും ഇതിങ്ങനെയാണല്ലോ എഴുതിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത് ശരിയൊന്നുമല്ല, ഇതെങ്ങനെയല്ല, അവൻ മരിക്കേണ്ടതായിരുന്നില്ല, അവന്
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ശണ്ട കൂടിക്കൊണ്ട് പോകുമ്പോൾ, തർക്കിച്ചുകൊണ്ട് പോകുമ്പോൾ യേശു അവരോട് കൂടിക്കൊണ്ട് അവരെ തിരുത്തുകയാണ്. നിങ്ങൾ എന്താണ് വഴക്ക് കൂടുന്നത്? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം എന്നിട്ട് പ്രവാചക ഗ്രന്ഥങ്ങളിലും അല്ലേ, പഴയ നിയമഗ്രന്ഥങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലൊക്കെ സങ്കീർത്തനങ്ങളൊക്കെ തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്നതെല്ലാം വ്യാഖ്യാനിച്ച് കൊടുത്തുകൊണ്ട് യേശു പറഞ്ഞു, ഇതെല്ലാം സഹിക്കേണ്ടതായിരുന്നു. ക്രിസ്തു ഇതെല്ലാം പീഡ സഹിച്ച് മരിക്കേണ്ടതായിരുന്നില്ലേ? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി യേശു കുഞ്ഞാടായി ബലി അർപ്പിക്കപ്പെടേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് അവൻ മരിച്ചത് എന്ന് പറഞ്ഞ് അവരെന്നിട്ട് യാത്ര എമ്മാവൂസിൽ അടുത്തെത്തിയപ്പോൾ നമുക്കറിയാം, അവർ ആ സത്രത്തിൽ വിശ്രമിക്കാനായിട്ട് അവർ കയറുകയാണ്, ഈ രണ്ടുപേരും. അപ്പോൾ യേശു മുന്നോട്ട് നടക്കുന്നതായിട്ട് ഭാവിക്കുകയാണ്. അപ്പോൾ ഇവർ ഇത്രയും സമയമായപ്പോൾ അവർ തമ്മിലൊരു ഹൃദയ ഐക്യമുണ്ടായി. ഹൃദയം ജ്വലിച്ചില്ലേ അവൻ സംസാരിച്ചപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്നേഹബന്ധം ഉണ്ടായി അവനുമായിട്ട്. അവർ തിരിച്ചറിഞ്ഞില്ല യേശു ആണെന്ന്. പക്ഷേ അവനെ ക്ഷണിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ കയറുകയാണ്, ഞങ്ങൾക്ക് അല്പം ഭക്ഷണമൊക്കെ ഉണ്ട്, നിനക്ക് ഇവിടെ ഞങ്ങളുടെ കൂടെ കഴിയാമെന്ന് പറയുമ്പോൾ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് യേശു മറ്റൊരു രൂപത്തിലായിരുന്നു യേശു അവരുടെ കൂടെ അവിടെ കയറി. പക്ഷേ നമുക്ക് കൈയൊക്കെ കാലുമൊക്കെ കഴുകിയിട്ട് അവർ യഹൂദ രീതിയിൽ ആചാരമനുസരിച്ച് അവർ ഭക്ഷണത്തിലിരുന്നപ്പോൾ ഞാൻ പറയും അത് യേശു പെസഹാരാത്രിയിൽ ചെയ്ത അതേ പ്രവൃത്തി തന്നെയാണ്. അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചപ്പോൾ ഒരു സംഭവം ഉണ്ടായി. അവൻ പ്രാർത്ഥിച്ച് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചപ്പോൾ ഒരു നിമിഷത്തേക്ക് അവർ യേശുവിനെ നേരത്തെ ആയിരുന്ന യഥാർത്ഥ രൂപത്തിൽ അവർ കണ്ടു. പെട്ടെന്ന് ഇതെന്റെ ശരീരമാകുന്നുവെന്ന് യേശു ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടാണ് അവിടെ ബലിയർപ്പിച്ചത്. കാരണം അവനിപ്പോൾ കൂദാശയാണ്. കുരിശിൽ ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ മരിച്ച് ഉയർത്തവൻ ഈ ഭൂമിയിൽ ഇപ്പോൾ കൂദാശയായിട്ട് ജീവിക്കുന്നവൻ അങ്ങനെ ആയിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അവന് തൻ്റെ രൂപത്തിൽ ഒരു നിമിഷത്തേക്ക് അവർക്ക് കാണപ്പെട്ടു. പക്ഷെ അവൻ മറഞ്ഞുപോയി. കാരണം എന്താ? അവൻ ആ അപ്പത്തിലേക്ക്, ആ കൂദാശയിലേക്ക് ഇതെന്റെ ശരീരമാകുന്നു, എൻ്റെ രക്തമാകുന്നു പറഞ്ഞുകൊണ്ട് അവൻ ആ ബലിയർപ്പിച്ച ആ അപ്പം മുറിച്ചപ്പോൾ അവൻ അപ്രത്യക്ഷനായ. കാരണം ഇനി മുതൽ അപ്പത്തിന്റെ രൂപത്തിലാണ് അവർക്ക്. ആ അപ്പം അവർ ഭക്ഷിച്ചു, അപ്പം സ്വീകരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ വലിയ ശക്തി ഉണ്ടായി. അവർ തിരിച്ച് ഏലിയ പ്രവാചകന് ശക്തി കിട്ടിയതുപോലെ അവർ തിരിച്ച് എമ്മാവൂസിലും ജെറുസലേമിലേക്ക് രാത്രിയിൽ തന്നെ ഒരു ഭയവുമില്ലാതെ സ്നേഹത്തോടെ അവർ യാത്ര ചെയ്ത് തിരിച്ചു വന്നു. അങ്ങനെ അവർക്കും പന്തക്കോസ്ത അനുഭവത്തിൽ പങ്കുചേരാനായിട്ട് അവർക്ക് സാധിച്ചു. നമ്മളുടെ ജീവിതയാത്രയിൽ ഇത് തന്നെയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ഈ സംഭവം നമ്മൾ കാണും. ഞാനിത് പറയുന്നത് ഇതാണ്, ഇന്ന് അവർ ഭക്ഷണത്തിനായി കൊണ്ടുവന്ന അപ്പമാണ് എടുത്ത് യേശു ആശീർവദിച്ച് മുറിച്ചത്. ഇന്ന് സഭയിൽ ലോകമെമ്പാട് വ്യത്യസ്ത സഭകളിൽ ഈ വിശ്വാസത്തോടെ വിശുദ്ധ കുർബാന യേശുവിന്റെ ശരീരമായി മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബലിയർപ്പിക്കുന്ന വേദികളിൽ ഇനി ഞാൻ പറയാൻ കാരണം, അനേക ക്രിസ്തീയ സഭകളുണ്ട്, അവർ വിശ്വസിക്കുന്നില്ല. ഇതൊരു ഓർമ്മ മാത്രമാണ്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തെന്ന് യേശു പറഞ്ഞു. ഇതെൻ്റെ ശരീരമാകുന്നുവെന്ന് വചനം മാംസമായ യേശു പറയുമ്പോൾ ഇതെൻ്റെ ശരീരം അവൻ പറയുന്ന പോലെ സംഭവിക്കുകയാണ്. കാരണം അവൻ്റെ വചനത്താണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അവൻ പറയുന്നത് സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുന്ന ആ വചനം വിശ്വാസത്തോടെ ഉച്ചരിക്കുമ്പോൾ നമുക്കറിയാം, ഇന്നും ഇറ്റലിയിലെ ലാൻസിയാനയിലെ അത്ഭുതം അതായത് പലർക്കും ഇന്ന് ഉള്ളിൽ അറിവില്ല, ബോധ്യമില്ല എന്തായിത്തീർന്നു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഈ മാംസ കഷ്ണം രക്തക്കട്ടയായിട്ടൊക്കെ മാറുന്നത്? കാരണം കണ്ണുകൊണ്ട് കാണാൻ അതേ പറ്റുള്ളൂ. യേശു എന്ന് ആത്മീയ വ്യക്തിയാണ്. പൂർണ്ണമായ ദൈവികത്വവും ആത്മീയ ശരീരത്തോടൊരു വ്യക്തിയായിട്ട് നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കുദാശിയായ ഈശോ. പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് അടയാളങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ ആ അപ്പം രക്തക്കട്ടയായി മാറുമ്പോൾ അപ്പത്തിൽ രക്തം കിനിഞ്ഞിറങ്ങുമ്പോൾ അത് തൻ്റെ ശരീരമാണെന്ന് യേശു വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആകുന്നത്. യഥാർത്ഥത്തിൽ അവനൊരു മാംസ കഷണമല്ല, അവൻ രക്തത്തുള്ളിയല്ല, അവൻ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന സാന്നിധ്യമാണ് അവൻ്റേത്. നമ്മൾ ആ അനുഭവത്തിലേക്കാണ് വരേണ്ടത്. ആ ഒരു അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വേറൊരു ലെവലിലേക്ക് മാറുകയാണ് പ്രിയമുള്ളവരെ. ഇവിടെ ഇന്ന് നമ്മുടെ കൂടെ വാനമേഘങ്ങളിൽ അവൻ കാണപ്പെടുന്നത് വരെ, എഴുന്നള്ളി വരുന്നത് വരെ ഇന്ന് കാണപ്പെടാത്തവനായിട്ട് തോമാശ്ലീഹ പറഞ്ഞു, എന്നെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇതെൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ ട്രാൻസബ്സ്റ്റൻഷിയേഷൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നതാണ്. രുചിയിലും മണത്തിലും കാഴ്ചയിലും ഒക്കെ അപ്പത്തിൻ്റെ രൂപത്തിൽ, ആ വീഞ്ഞിൻ്റെ രൂപത്തിൽ തന്നെയാണ്. പക്ഷേ അവൻ്റെ ആത്മീയ സാന്നിധ്യമായിട്ടത് മാറുകയാണ്. അവിടെ അനേക അത്ഭുതങ്ങളിലൂടെ യേശു അത് വെളിപ്പെടുത്തി. ഇതിനിടയിൽ ഞാൻ പറയും, എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഈ അപ്പത്തിൽ നീ ഉണ്ടോ എന്ന് എൻ്റെ പെങ്ങളുമായി പ്രാർത്ഥിക്കാൻ ചെന്നൈയിലെ ചാപ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സംശയം ഇതായിരുന്നു, ഇതൊക്കെ സത്യമാണ്. പക്ഷേ ആ രാത്രിയിലെ ആരാധനയിൽ അവൾ സൗഖ്യപ്പെട്ടു, അവൾ സൗഖ്യം പ്രാപിച്ചു.
അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ വിശ്വാസം, ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ ജീവനോടെ വസിക്കുന്ന യേശുവേ, നീ നടന്നിറങ്ങി അന്ന് ജായിറോസിൻ്റെ വീട്ടിലേക്ക് പോയതുപോലെ, സക്കേവൂസിൻ്റെ വീട്ടിലേക്ക് പോയതുപോലെ, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, നീ ആത്മാവിൽ നടന്നു വന്നുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന, ICUവിൽ കിടക്കുന്ന രോഗിയുടെ മേൽ നിൻ്റെ കൈവച്ച് അനുഗ്രഹിക്കണമേ. നിൻ്റെ മുറിപ്പാടുള്ള ആണിപ്പഴുതുള്ള കരം വയ്ക്കണമേ. നിൻ്റെ കയ്യിൽ നിന്നും ഇറ്റിരി വീഴുന്ന ആ ചോരത്തുള്ളവർ മറയ്ക്കപ്പെടട്ടെ. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. എത്രയോ അത്ഭുതങ്ങളാണ് സാക്ഷ്യങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നത് ഈ കൂട്ടായ്മയിലൂടെ. യേശുവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യമാണ് പ്രിയമുള്ളവരെ. അപ്പം നമ്മൾ ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, അവർ അപ്പം യേശുവായിട്ട് മാറി. നമ്മളിനി യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ പത്രോസിനെ യേശു സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ പത്രോസിന്റെ ജീവിതത്തിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ യേശു വീണ്ടും അഭിഷേകം ചെയ്തുകൊണ്ട് എൻ്റെ ആടുകളെ, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ അഭിഷേകത്തിലേക്ക് കൊണ്ടുവരുന്നവരാ ആ ഒരു മേഖലയുണ്ടല്ലോ. അവിടെ നമ്മൾ ഈ യോഹന്നാന്റെ 21 അധ്യായത്തിൽ നമ്മൾ കാണുന്ന സംഭവം, അവിടെ യേശു വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു പറയുമ്പോൾ നമുക്കറിയാം, ഈ പത്രോസും 7 ശിഷ്യന്മാർ അവർ രാത്രിയിൽ മീൻ പിടിക്കാൻ പോവാണ്. യേശു ഇനി മീൻ പിടിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞവർ എല്ലാം നഷ്ടപ്പെട്ട് ഇനിയും അവൻ മരിച്ചുയർത്തെന്നൊക്കെ പറയുന്നു. പക്ഷേ അവർക്ക് വിശ്വാസമില്ലാതെ അവർ വീണ്ടും മീൻ പിടിക്കാൻ പോവുകയാണ്. ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ നേരം പുലർന്നപ്പോൾ അവർ കാണുന്നത് തിബേരിയോസ് കടൽ തീരത്ത് ഒരാൾ വിളിച്ചു ചോദിക്കുകയാണ്. ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശു ആണെന്ന് ഓർത്ത് നോക്കണം. ഒരു വ്യക്തിയായിട്ട് ഈശോ അവിടെ കടന്നു വരികയാണ്. യേശു ഒരു വ്യക്തിയാണെന്ന്, ഉത്ഥാനം ചെയ്ത കർത്താവ് യേശു ആണെന്ന് അവർക്കത് മനസ്സിലായില്ല. എന്നാൽ അത് യേശു ആണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഓർത്ത് നോക്കണം, അവർ മീൻ പിടിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവരോട് കരുണ കാണിക്കുകയാണ്. ഇന്ന് നമ്മോട് കരുണ കാണിക്കുന്ന, അല്ലെ, പാപം ചെയ്തു പോയ നമ്മളെ, നിന്റെ പാപങ്ങളെ ഞാൻ പൊറുക്കാമെന്ന് പറയുന്ന ഈശോ കൂദാശയിലൂടെ നമ്മളോട് കരുണ കാണിക്കുന്ന കർത്താവാണ്. കുമ്പസാരം എന്ന കൂദാശയിൽ വൈദികന് വേഷമണിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന കർത്താവാണ് ഇന്ന് കുമ്പസാരക്കൂട്ടിൽ. അത് സത്യം തന്നെയാണ്. ഞാൻ പറയും പ്രിയമുള്ളവരെയും, വിശ്വസിക്കണം നമ്മളത്. യേശുവാണെന്ന് അവരറിഞ്ഞില്ല. കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന യേശുവാണെന്ന് നമുക്ക് അറിയുന്നില്ല പലപ്പോഴും. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിന്റെ വലത്തുവശത്ത് വലയിറക്കുക. നോക്കണം, മീൻ പിടിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞ ആ പ്രവർത്തനം അവരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അവര് വള്ളത്തിന്റെ വലത്തുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിൽ അകപ്പെട്ട മത്സ്യത്തിന്റെ ആധിക്യ നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ യോഹന്നാനാണ്. പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറച്ച വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലത്തിലല്ലായിരുന്നു. അടുത്ത സംഭവമാണ് യോഹന്നാൻ 21:9. കരക്കിറങ്ങിയപ്പോൾ ഏലിയായുടെ മാലാഖ തട്ടി ഉണർത്തിയപ്പോൾ ഏലിയ തന്റെ തലയ്ക്കല് ചുടുകല്ലിൽ ചുട്ട അപ്പവും വെള്ളവും കണ്ടെങ്കിൽ ഈ ശിഷ്യന്മാർ ഇപ്പോൾ ഈ യേശു തന്നെയാണ് ഏലിയായ്ക്കെന്ന് കൊടുത്തത്. ഈ യേശു തന്നെയാണ് എമ്മാവൂസിലെ ശിഷ്യന്മാർ അപ്പം മുറിച്ചപ്പോൾ തന്റെ ജീവനായി മാറി അവർക്ക് ജീവൻ പകർന്നത്. ഈ യേശു ഇപ്പോൾ എന്താ? യോഹന്നാൻ 9:21, കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. അപ്പവും കണ്ടു. ഇത് മനസ്സിലാക്കണം. യേശു ഇന്ന് അപ്പമാണ്. ഈ അപ്പം ജീവിക്കുന്ന അപ്പമായിട്ട് ഇന്ന് സുവിശേഷ പറയുകയാണ്. യേശു പറഞ്ഞു, നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരും. ഇത് വലിയൊരു മേഖലയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് നാം അണയുമ്പോൾ കാഴ്ചവെപ്പിന്റെ സമയത്ത് നമ്മൾ പിടിച്ച മീൻ, അല്ലെ നമ്മളുടെ പ്രവൃത്തികള്, നമ്മുടെ കുറവുകള്, നമ്മുടെ ബലഹീനതകള്, നമ്മുടെ പാപങ്ങളൊക്കെ നമ്മൾ അവന്റെ കയ്യിലേക്ക് കൊടുക്കണം. കാഴ്ചവെപ്പിന്റെ സമയത്ത് അവന്റെ ശരീരമായി, കൂദാശയായ അവന്റെ ശരീരമായി ആ അപ്പം മാറുമ്പോൾ നമ്മൾ അർപ്പിക്കുന്നതും അവനിലേക്ക് സ്വീകരിക്കപ്പെട്ടുകൊണ്ട്
അല്ലെങ്കിൽ നമ്മുടെ രോഗം സൗഖ്യമാക്കുന്നത്, നമ്മുടെ രോഗം അവൻ്റെ ശരീരത്തിലെ ഒരു മുറിവായി തീരുമ്പോഴാണ് നമുക്കത് സൗഖ്യമായി നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുഭവപ്പെടുക. മനസ്സിലാക്കണം. അതാണ് പ്രവചനം യെശയ്യായുടെ 53 അവൻ്റെ അടിപ്പിണരാൽ, അവൻ്റെ മുറിവിനാലാണ് നമുക്ക് സൗഖ്യം. അല്ലെങ്കിൽ നമ്മുടെ സൗഖ്യം എന്ന് പറയുന്നത് അവൻ്റെ മുറിവാണ്. അപ്പൊ നമ്മുടെ രോഗം അവൻ്റെ മുറിവായി ട്രാൻസ്ഫർ ചെയ്യപ്പെടണം. അവിടെയാണ് നമുക്ക് സൗഖ്യം അനുഭവമായി തീരുക. അത് നടക്കുന്ന വിശുദ്ധ കുർബാനയിൽ നമ്മൾ അപ്പത്തോട് ചേർന്ന് നമ്മുടെ രോഗങ്ങളും ഭാരങ്ങളും പ്രശ്നങ്ങളും എന്താണോ അതെല്ലാം സമർപ്പിക്കുമ്പോൾ, അപ്പത്തോടും വീഞ്ഞിനോടും ചേർന്ന് സമർപ്പിക്കുമ്പോൾ, നമ്മുടെ ദുശീലങ്ങളും പാപങ്ങളും ശാപങ്ങളും ഒക്കെ നമ്മൾ സമർപ്പിക്കുമ്പോൾ, ആ ഹുദാശ വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ അവൻ്റെ ശരീരവും രക്തവുമായി മാറുകയാണ്. കാരണം അത് ദൈവവചനമാണ്. ഇത് എൻ്റെ ശരീരം ആകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ, അത് കാണപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കണ്ടാൽ അപ്പമായി, രുചിച്ചാൽ അപ്പമായി, മണത്താൽ അപ്പമായി, പക്ഷേ അത് യഥാർത്ഥത്തിൽ അവൻ്റെ ജീവനുള്ള ആത്മീയ ശരീരമായി മാറുകയാണ്. അവിടെ ആ ബലിവേദിയിൽ യേശു ജീവിക്കുന്നവനായി ഉദ്ധാനം ചെയ്ത കർത്താവ് അണയുകയാണ്. അവിടെയും നമ്മൾ അറിയണം, വിശ്വസിക്കണം. അപ്പൊ നിങ്ങൾ പിടിച്ച അല്പം മീനെ കൊണ്ടുവരിക. നമ്മുടെ ജീവിതത്തിൻ്റെതായ കുറവുകളും ബലഹീനതയും നമ്മൾ കാഴ്ചവെക്കുമ്പോൾ ആ നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ മുറിവുകളുണ്ടല്ലോ, കൂദാശ വചനം ഇതെൻ്റെ ശരീരമാകുമെന്ന് പറയുമ്പോൾ ആ അപ്പം മാറുന്നത് പോലെ നമ്മൾ അപ്പത്തോടെ സമർപ്പിച്ചത് എല്ലാം മാറുകയാണ്. നമ്മുടെ രോഗങ്ങൾ അവൻ്റെ ശരീരമായി ആ അപ്പം മാറുമ്പോൾ ആ അപ്പത്തോടെ സമർപ്പിച്ച നമ്മുടെ രോഗങ്ങൾ അവൻ്റെ ശരീരത്തിലെ മുറിവായി തീരുകയാണ്. അവിടെയാണ് ട്രാൻസ്ഫർ നടക്കുന്നത്, അവിടെയാണ് സൗഖ്യം നടക്കുന്നത്. വിശുദ്ധ കുർബാനയിലെ അത്ഭുതം അതാണ്. ഇന്ന് ലോകമെമ്പാടല്ലേ അല്ലേ, ലൂർദിലോ ഫാത്തിമയിലോ എവിടെയെങ്കിലും വിശുദ്ധ കുർബാനയുടെ ആ പ്രതീക്ഷ നടക്കുമ്പോൾ അനേക രോഗികളൊക്കെ സൗഖ്യം പ്രാപിക്കുന്നതിന് കാരണം, വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അനേക സൗഖ്യം പ്രാപിക്കുന്നതിന് കാരണം നമ്മുടെ രോഗങ്ങൾ അവൻ്റെ ശരീരത്തിൻ്റെ മുറിവായ യെശയ്യായുടെ 53, 4, 5, 6 നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. വീണ്ടും പറയുന്നുണ്ട്, നമ്മുടെ സ്വന്തം വഴിക്ക് പോയി ദൈവമോ നമ്മുടെ അകൃത്യങ്ങൾ അവൻ്റെ മേൽ ചുമത്തി, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അത് വിശുദ്ധ കുർബാനയിലാണ് ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നത്, വേറെ എങ്ങും സംഭവിക്കുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷേ യഥാർത്ഥ സംഭവിക്കുന്നത് യേശുവിൻ്റെ ശരീരത്തിലെ മുറിവായി മാറുമ്പോഴാണ്. അത് വിശുദ്ധ കുർബാനയിലാണ് സംഭവിക്കുന്നത്. ഓർക്കുന്നുണ്ട്, പ്രൊട്ടസ്റ്റന്റ് സഭയിലെ വലിയ പാസ്റ്ററായ ബെന്നിഹിൻ ഒരിക്കൽ പറഞ്ഞ സംഭവമുണ്ട്. കത്തോലിക്ക സഭയിൽ ഇത്രയും വലിയ അത്ഭുതങ്ങൾ നടക്കുന്നതിന് കാരണം വിശുദ്ധ കുർബാനയിലുള്ള അവരുടെ വിശ്വാസം, വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യത്തിലുള്ള അവരുടെ വിശ്വാസം മൂലമാണ് ഈ അത്ഭുതങ്ങൾ വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നതെന്ന് പാസ്റ്റർ ബെന്നിഹിൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും ആ ബോധ്യം വന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ. യഥാർത്ഥത്തിൽ അവിടെയാണ് സകല അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ ഞാനിങ്ങനെ ഇടയ്ക്ക് ഓർക്കാറുണ്ട്, എൻ്റെ ദൈവമേ, എല്ലാ അകത്തോലിക്കലായിട്ടുള്ള സഭകളിലും യേശുവിൻ്റെ ശരീരമായി മാറുന്നു എന്ന് അറിയാത്ത സഭകളിലും ഇന്ന് ലോകത്തിൽ നടക്കുന്ന അത്ഭുതം ഏതെങ്കിലും സമൂഹത്തിൽ സംഭവിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. അതും അവരാരും നഷ്ടപ്പെടുവാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ സാന്നിധ്യം ഇല്ലെന്ന് പറയുന്ന അവരൊരു ഓർമ്മയായി മാത്രം അപ്പം എടുത്തുകൊണ്ട് കടയിൽ നിന്ന് മേടിച്ച് റൊട്ടി എടുത്തുകൊണ്ട് വന്ന് ഇതെൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ അത് എവിടെയെങ്കിലും യേശുവിൻ്റെ ഒരു അത്ഭുതം സംഭവിക്കും. അവിടെ അന്ന് അവരുടെയും കണ്ണുകൾ തുറക്കും. ഞാൻ ഏറ്റുപറയാണ്, വിശ്വാസത്തോടെ പറയാണ് പറയുന്നത്. കാരണം ആരും ഒരു മനുഷ്യൻ നഷ്ടപ്പെടാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ തിബേരിയോസ് കടത്തീരത്തും യേശു അപ്പത്തെ അവിടെ കാണിക്കുന്നത്, അപ്പം കൊടുക്കണം, മീൻ മാത്രമല്ല അപ്പവും. കാരണം ഇന്നത്തെ സുവിശേഷത്തിൽ കഴിഞ്ഞ ദിവസം ഈശോ കഴിഞ്ഞ കുറേ നാൾ മുമ്പ് 2019 നടന്ന ഒരു ധ്യാനത്തിൽ കർത്താവിന്, അത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനൊരു ധ്യാനത്തിൻ്റെ ലിങ്ക്, ഒരു ചെറിയ ഒരു ധ്യാനത്തിൻ്റെ 1 ഡേ റിട്രീറ്റിൻ്റെ ക്ലിപ്പ് കൊടുത്തിരുന്നു. അത് മനഃപൂർവ്വമല്ല, പക്ഷെ ഇന്നാണ് എനിക്ക് മനസ്സിലായത് എന്തിനാണ് വന്നതെന്ന്. കാരണം ഇന്നത്തെ സുവിശേഷം അതാണ്. മിനിങ്ങാന കൊടുത്തെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിലാണ് ഞാൻ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. എൻ്റെ ദൈവമേ, നീ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയുന്നു. യേശു ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ 6:41 ഇങ്ങനെയാണ് തുടങ്ങുക, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. അവിടെ ആ ശുശ്രൂഷയില് എൻ്റെ ഉള്ളിലൂടെ ആത്മാവ് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്ന് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ടാണ് കർത്താവിനെ നിന്ന് ആരാധിച്ചത്.
ഇന്ന് ഈശോ ഇത് ഓർപ്പിക്കുകയാണ്. ഈ ഞായറാഴ്ച ദിവസം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്നവൻ പറഞ്ഞതിനാൽ യഹൂദർ അവർക്കെതിരെ നിൽക്കണം, അവനെതിരെ പെറുപിറുത്തും. അനേകർക്ക് വിശ്വാസമില്ല. അവൻ പറഞ്ഞു, ഇവൻ ജോസഫിന്റെ മകനായ യേശുവല്ലേ, ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്ക് അറിഞ്ഞുകൂടെ, പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് ഇവൻ പറയുന്നത്? യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ഒരുവന് എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. പിതാവിൽ നിന്ന് പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വിശ്വസിക്കുന്നവന്. അതെ, വിശുദ്ധ കുർബാന യേശുവിൻ്റെ ജീവിക്കുന്ന ആത്മീയ സാന്നിധ്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ എല്ലാ വിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ സാന്നിധ്യം വിശ്വസിക്കുന്ന എല്ലാ സഭകളിലും വിശ്വസിക്കുന്നു. അവിടെയാണ് നിത്യജീവൻ. ഓർക്കുക, നിത്യജീവന്റെ അപ്പമാണ് ഈശോ. ദൈവത്തിൽ നിന്നും വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ യോഹന്നാൻ 6:48 ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. നിത്യജീവനാണ് അവിടെ. ലോകത്തിന്റെ ജീവൻ വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. എൻ്റെ ശരീരം അപ്പമാണ്. ഈ അപ്പം ഇതെന്റെ ശരീരമാണ് എന്ന് യേശു യോഹന്നാൻ 6 പഠിപ്പിച്ചെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് അന്ത്യത്താഴ സമയത്ത് മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണ്. എന്നാലും സാന്ദർഭികമായി ഒരിക്കൽ കൂടി ഞാൻ അതിലേക്ക് കടന്നു പോവുകയാണ്. 26-ാമത്തെ അധ്യായത്തിൽ അന്ത്യത്താഴ സമയത്ത് ഈശോ അപ്പമെടുത്തുകൊണ്ട് ചെയ്ത ഈ സഹനത്തിന് പീഡാസനത്തിന് മുമ്പായിട്ട് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഈശോ മത്തായി 26 അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിന്, ഇത് എൻ്റെ ശരീരമാണ്. അപ്പമെടുത്തുകൊണ്ട് തൻ്റെ ശരീരത്തെ തൊട്ടുകൊണ്ടല്ല പറഞ്ഞത്, കയ്യിലൊരു അപ്പം ഉയർത്തിക്കൊണ്ടാണ് പറഞ്ഞത്, ഇതെൻ്റെ ശരീരമാണ്. കാരണം ദുഃഖവെള്ളിയാഴ്ച യേശുവിൻ്റെ ഈ ജീവനുള്ള മാംസമുള്ള ശരീരം കുരിശിൽ തറയ്ക്കപ്പെടും, കല്ലറയിൽ അടക്കപ്പെടും. പിന്നെ അവനെ ആത്മീയനായിട്ടാണ് കാണുക. അവൻ്റെ ഭൗതിക ശരീരം ആത്മീയ ശരീരമായിട്ട് രൂപപ്പെടുകയാണ്. അവനെ ആർക്കും കുറേ നാളത്തെ കണ്ട് പിന്നെ ആരും കാണുകയില്ല. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവാന്മാരെന്ന്. എന്നാൽ ഇന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ തക്കവണ്ണം അവൻ അപ്പത്തിൻ്റെ രൂപത്തിൽ കൂദാശിയായി ഭൂമിയിൽ ജീവിക്കുന്നു. പക്ഷെ നമ്മൾ അപ്പത്തെയല്ല ആരാധിക്കുന്നത്. അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന അപ്പത്തിനപ്പുറത്ത് എഴുന്നള്ളിയിരിക്കുന്ന താബോർ മലയിൽ അവർ യേശുവിനെ ആരാധിച്ചു. അതേ യേശു തന്നെയാണ് കൂദാശിയായി ഭൂമിയിൽ കൂദാശിയായി. നമ്മളത് വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ ജീവിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം, ഇതാണ് വചനത്തിൻ്റെ പൂർണ്ണത. വചനത്തിൻ്റെ പൂർണ്ണതയാണ്, യേശുവിൻ്റെ പൂർണ്ണതയാണ് കൂദാശിയായ മാറിയവൻ. രണ്ടാമത് വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുമ്പോൾ അവനെ നമ്മൾ കാണും. അതുവരെയും അദൃശ്യനായി നമ്മോടുകൂടെ കൂദാശിയായിട്ട് ആത്മീയ വ്യക്തിയായിട്ട് അവൻ ജീവിക്കുകയാണ്. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ശരീരം പോലെയെന്നോ രക്തം പോലെയൊന്നുമില്ല, രക്തമാണ്, ശരീരമാണ് എന്നാണ് ഈശോ പറഞ്ഞു. അപ്പോൾ ഇന്ന് തൻ്റെ എല്ലാം സൃഷ്ടിച്ച ദൈവം തൻ്റെ വചനത്താൽ ആ അപ്പത്തെ തൻ്റെ ശരീരമാക്കി, ആത്മീയ ശരീരമാക്കി മാറ്റിക്കൊണ്ടിന്ന് ഭൂമിയെ ജീവിക്കുകയാണ്. അതെ, ഇത് നമ്മൾ അറിയണം, വിശ്വസിക്കണം. ഇതാണ് യേശു അന്ത്യത്താഴ സമയത്ത് ചെയ്തത്, കൂദാശ സ്ഥാപിച്ചത്. ഇന്നും അവൻ ജീവിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ സഭയിൽ പലപ്പോഴും, കത്തോലിക്ക സഭയിൽ പലപ്പോഴും മാർപ്പാപ്പാമാരെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് യേശു അറിഞ്ഞിരുന്നു മുൻകൂട്ടി. അതിന് ലൂക്ക 22 തന്നെ ഈശോ പത്രോസിന് പറഞ്ഞ സംഭവമുണ്ട്. ലൂക്ക 22:31, ശിമിയോൻ ശിമിയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എത്രയോ മാർപ്പാപ്പാമാര്, പത്രോസിന്റെ പിൻഗാമികൾ എന്ന് പറയുന്ന മാർപ്പാപ്പാമാരെ സാത്താൻ പരീക്ഷിച്ചു. പലരും വഴിതെറ്റിപ്പോയി.
എന്നാൽ യേശു പറയാണ്, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതായത് മാർപ്പാപ്പയായി തിരഞ്ഞെടുത്ത പത്രോസ്, അല്ലെ പത്രോസിന്റെ പിൻഗാമികളെ വന്ന മാർപ്പാപ്പമാര് പലരും വിശ്വാസം നഷ്ടപ്പെടുത്തിയെങ്കിൽ യേശു പറയുന്ന, പേടിക്കേണ്ട, ഞാൻ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താ അടുത്ത വചനം? നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. അതെ, ഏതെങ്കിലും മാർപ്പാപ്പമാര് വഴിതെറ്റിപ്പോയെങ്കിൽ അടുത്ത മാർപ്പാപ്പ തിരിച്ചു വന്ന യേശുവിലേക്ക് സഭയെ തിരികെ കൊണ്ടുവന്നു. ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പായും ചെയ്യുന്നതാണ്. യേശുവിലേക്ക് സഭയെ കൊണ്ടുവരാണ്, നയിക്കുകയാണ്. നമ്മളിത് അറിയണം, വിശ്വസിക്കണം. സാത്താൻ ഏതെല്ലാം രീതിയിലാണ് ദൈവവിശ്വാസത്തിൽ നിന്നും ഒക്കെ നമ്മളെ അകറ്റാൻ ശ്രമിക്കുന്നത്. ദീപകാരുണ്യമായി കൂദാശി അദൃശ്യനായ ഒരു ആത്മീയ വ്യക്തിയായി തന്റെ പൂർണ്ണ ദൈവികത്വവും ശക്തിയും തന്റെ ഉത്ഥാന സാന്നിധ്യവുമായി ഭൂമിയിൽ ജീവിക്കുന്ന പരിശുദ്ധ പരമ ദീപകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.